വാല് കലിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിയുടെ കീഴിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു ഘട്ടനയായിട്ട് കിടു. വാല് കലിഞ്ഞിട്ട് ഞാൻ സ്റ്റേജ് ഇലിയുമ്പോ ജാവു 1.5 ഗಂಟೆ ആയപ്പാ ഞാൻ അവിടെ ഒരു ഔത്തുല് ഉറങ്ങുക പോയ. അതാ ഔത്തിറങ്ങ നണ്ട കുട്ടിയും പോയാ ഇറങ്ങലാവത്തു പോകുമ്പോ തെല്ല് മല വന്നോണ്ടുണ്ടു. അവിടെ അതാ ഒരു വയസ്സായ പെണിങ്ങ. എല്ലാ ഉമ്മമാര് നണ്ട പൽക്ക കേക്കണു. ഒരു വയസ്സായ പെണിങ്ങ ഒരു കൊട പിടിച്ചിട്ട് ജാവുക ഒരു 2 ഗಂಟೆ മുട്ടായോണ്ടുണ്ടു. ഒരു കൊട പിടിച്ചിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ നടന്നോണ്ടുണ്ട്. ഒരു സർക്കിളിന്റെ മുട്ട ഇങ്ങനെ ചുത്തടിച്ചോണ്ടുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോ വിചാരിച്ച സുബ്ഹാനല്ലാ ചിലപ്പോ പിറാന്ത് പിടിച്ചിട്ടായിട്ടിക്കൂ. സാമാന്യായിട്ട് ജാവുക അങ്ങനല്ലേ അപ്പറിപ്പറല്ല നടക്കിടങ്ങയില്ലേ. ഇത് നോക്കുമ്പോ തലല് ശാലിട്ട പെണിങ്ങ, വയസ്സായ പെണിങ്ങ. ചെറിയ വയസ്സെന്തുവല്ല, നല്ല വയസ്സുണ്ടു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് പോയ സുബ്ഹാനല്ലാ. ഞാൻ എന്റെ കയ്യിലുള്ള വാച്ചിക നോക്കുമ്പോ ജാവുക 2 ഗಂಟೆ ജാവു. ഈ 2 ഗಂಟೆ ജാവുക എന്തേ ഈ പെണിങ്ങ ഇങ്ങനത്തെ ഒരു സർക്കിളിൽ ഇങ്ങനെ ചുത്തടിക്കിടയെന്തോ. അതും മല വന്നോണ്ടുണ്ടു, കൊട പിടിച്ചിട്ടുണ്ട്. ഈ അത് ഔത്തുക കുട്ടിയോൻ പോയോണ്ടുള്ളു. ഇയാളൊട്ട നാ കേട്ടെ, അല്ലാ ഇതെന്താ ഈ പെണിങ്ങ ഇങ്ങനെ ചുത്തിയോണ്ടുള്ളു. അപ്പൊ ഈ മനുഷ്യ ഒത്തുലുള്ള കാറിലുള്ള മനുഷ്യന്ദ്രയൊന്നോണ്ടുണ്ട ഉസ്താദേ. ആ പെണിങ്ങല വിഷയൊന്നും ഉസ്താദ് പുൽപുട്ടു പോവാറ്. നാ കേട്ട എന്തൊരു വിഷയ. അപ്പ ആ മനുഷ്യന്ദ്രയൊന്നോണ്ടുണ്ട ഉസ്താദേ. ഈ പെണിങ്ങ ഇങ്ങനെ സർക്കിൾ ചുത്തു വന്നോണ്ടുള്ള കാരണം എന്നുള്ളൂ ഈ മുഖറ് മൂണുള്ള എല്ലാ മക്കം ഭർത്താക്കുക വേനായിട്ട് ചെന്നോണ്ടുള്ള. സുബ്ഹാനല്ലാ. ഒരു ഉമ്മാക്ക് ഏതൊക്കെ ഉപകാരല്ലാണ്ട് ഉപദ്രാക്കോ തീരുവാ മക്കളെ. ഒരു ബാപ്പ ഉപകാരാക്കിയത് ഉപകാരല്ലാണ്ട് ഉപകാരാക്കുക തീരില്ലാണ്ട് വിചാരിക്ക. ഉപദ്രായെങ്കും ആക്കുക തീരുവാ മക്കളെ. ഇയാള് എന്തോ ഉസ്താദേ ഈ ഉമ്മകൊരു മോണുള്ള അവണ് എല്ലാ നാളും ചങ്ങായിമാരൊട്ട ജാവുക പറത്തുക പോണ്ട. അവണ്ട് ചെമ്മ ടൈമായിട്ട് അവണ്ട കാണ്ടില്ല. ലാസ്റ്റ് കൊണ്ട് ഉമ്മ ഔത്തറ പറത്ത് വണ്ട് ഓണ്ട തേടിയോണ്ട് പോണ്ടു. ഓരോ റായത്തെ 4 മൂലകും പോണ്ടു. നണ്ട മോണെ ഉള്ള ജാവു 2 ഗಂಟೆ നേരം. സുബ്ഹാനല്ലാ. വയസ്സായ ഉമ്മ, ചെറിയ വയസ്സല്ലേ. ആ ഉമ്മ വേഗ ഉറങ്ങണായ ഉമ്മ അല്ലേ. ആ ഉമ്മക്കൊരു ചെറിയ തലകുത്ത് വരുമ്പോ നമുക്ക് സഹിക്കുക. ആ ഉമ്മക്കൊരു ചെറിയ പണി വരുമ്പോ നമുക്ക് സഹിക്കുക. ഉമ്മ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് വേണ. ഉമ്മ ഇല്ലാത്ത ഒരു ജീവന നമുക്ക് ഉൾക്കൊള്ളുക. ഉമ്മ ഇല്ലാത്ത ഔത്തുക വെളിച്ച ഉണ്ടാ. ഉമ്മ ഇല്ലാത്ത ഔത്തുക പ്രകാശ ഉണ്ടാ. ഉമ്മ ഇല്ലാത്താക അത് ചിമ്മ കുത്തിയാകല്ലേ. ഈ ഉമ്മറായത്തെ 4 മൂല ചുത്തുക പോണ്ട്. സുബ്ഹാനല്ലാ. നണ്ട മോൺ അവിടെ ഉള്ളാണ്, നണ്ട മോൺ ഇവിടെ ഉള്ളാണ്. ലാസ്റ്റ് ഈ മോണു ചെമ്മനാറ കഴിഞ്ഞിട്ട് ഈ മോണു പണ്ടു. ആ മോണ് പറയുമ്പോ കുടിച്ചിട്ട് വണ്ട. ചങ്ങായി പാടുകൊണ്ടിട്ട് ബെടക്കായി പോയാ ഓണ്ട ചങ്ങായിമാര് കുടിയന്മാര് അങ്ങനെ കൊണ്ടിട്ടോണു കുടി പഠിച്ച. ആ കുടി പഠിച്ചിട്ട് കുടിച്ചിട്ട് ഔത്തുക പറയുമ്പോ കുടിച്ച മോണായെങ്കിലും ഉമ്മകു മോണേ അല്ലേ. ഉമ്മയുടെ കൽബ് കേക്കുക. ഉമ്മ ഈ മോന്റെ കൈ പിടിച്ചിട്ട് ബൽച്ചോമ്പണ്ട് ബാലാ ബാലാ ഓണ് അമലിങ്ങനെ ആടിട്ട് ഇങ്ങനെ വന്നോണ്ടുള്ള. എന്നിട്ടതാ ഉമ്മ ഔത്തുല് ദൈപ്പാട്ടിട്ട് ഈ ഉമ്മ അതാ കുടിക്കോ അതാ ചോറ് കൊടുക്കൂ. ഉണ്ണു മോനെ. മോണ് കുടിച്ചിറാ. പക്ഷെ ഉമ്മകു മോണല്ലേ പാലക്കാറ. ഉമ്മകത് മോണല്ലേ. മോനെ ഉണ്ണുല ഓണെന്ത്ര ഉണ്ണുടോ. ഓണ് കുടിച്ചിട്ട് അമലല്ലേ ഉള്ളോ ഈ ഹംകു. സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ടതാ ഉമ്മ പാടം ഒത്തയാക്കിട കുടി അതാ തിന്നുമോനെ. ഉമ്മ ഇങ്ങനെ ഓണ്ട് നിർബന്ധിപ്പിക്കുമ്പോ ഓണുക ഹട്ട നെത്തി കേറു.
സുബ്ഹാനല്ലാ. കുടിച്ച ഓണ്ട ഇതൊരു യന്ത്ര ഉമ്മ യന്ത്ര അബ്ബ ഓണെന്ത്രാക്കിയ ഗൊന്തുണ്ട ടേബിളുടെ മേലുള്ള ഗ്ലാസ് എടുത്ത തന്നെ കുടിക്കുക മോണുക തന്നെ കുടിക്കുക വേനായിട്ട് ഉമ്മ വെച്ച ഗ്ലാസ് ആ ഗ്ലാസ് എടുത്തിട്ട് ഉമ്മടെ മോത്തുക ഒരു എറിയൽ എറിഞ്ഞ ഉമ്മടെ നെറ്റില് ചോര പറകു സുറായിട്ട്. ഇത് ഏതെങ്കിലും ഒരു സീരിയലിലുള്ള ജസ്റ്റ് ഇമാജിനേഷൻ കഥയല്ല ചൊന്നോട്ടുള്ളൂ, ഇത് റിയൽ നടന്ന ഇൻസിഡന്റ് ചൊന്നോട്ടുള്ളൂ. സുബ്ഹാനല്ലാ. ഉമ്മടെ നെറ്റില് ചോര വന്നോണ്ടുണ്ടോ. നിന്റെ കയ്യെന്തുകാവൂ, ആ പാലക്കാരുടെ മോന്റെ കയ്യെന്തുകാവൂ. സുബ്ഹാനല്ലാ. അവന്റെ തടി എന്തുകാവൂ. ഉമ്മടെ നെറ്റില് ചോര ഇത്തിയോട്ടിക്കുമ്പോലും അപ്പോഴും ഉമ്മടെ കൽബില് ഓണമോണല്ലാണ്ട് വണ്ടില്ല. ഉമ്മടെ നെറ്റിറ ചോര ഇത്തുമ്പോലും ഒരു കൈ കൊണ്ടിട്ട് ഉമ്മ അതാ ചോര ഇത്തടെ നെറ്റിയുടെ ഭാഗം ഒത്തിട്ട് വെക്കുമ്പോ പിന്നൊരു കൈ കൊണ്ട് മോന്റെ മുതുപൂഞ്ഞിട്ട് ഉമ്മ ചൊല്ലു, മോനെ നീന ചോര നോക്കണ്ടല, നീന നണ്ട നെത്തി നോക്കണ്ടല, നീന ഉണ്ണുല മോനെ, പട്ടിണി കിടക്കണ്ടല. മോമിനിങ്ങളെ സുബ്ഹാനല്ലാഹ്. ഇയാള് നന്റെ വിഷയ ചൊല്ലുമ്പോ നന്റെ കൽബ് നൊമ്പലായി പോയിട്ട് ഇതിനെ കാട്ടി വലിയ നൊമ്പല വേറെയുണ്ടാ. ഞങ്ങളെ സമുദായത്തെ നല്ല നല്ല പാലക്കാറുക അതേ കൂട്ടുകെട്ടുകൊണ്ട് ചങ്ങായി പാടുകൊണ്ട് തെരുതപ്പുമ്പോ ചെരികുട്ടിയുടെ റായത്തുള്ള ഉമ്മമാരട്ട ചൊല്ലട്ട അബ്ബമാരട്ട ചൊല്ലട്ട ഇണ്ടത്തെ നന്റെ വാലനാ നിപ്പാട്ടുമ്പോ ഞങ്ങളെ മക്ക അങ്ങനെ ആവകു തീറാ. ഇനി ഏതെങ്കിലും ഒരു മോണു അതാ ഉമ്മയുടെ പൽക്ക കേൾക്കാത്ത മോണുള്ളാണ്ടായെങ്കിൽ ബാപ്പയുടെ പൽക്ക കേൾക്കാത്ത മോണുള്ളാണ്ടായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു പരിഹാര ചൊന്തറട്ട. നിങ്ങളെ തെറുകൗണു ബറോണ, നിങ്ങളെ തെറുകൗണു ബറോണ. നിങ്ങൾക്ക് നല്ലൊരു പരിഹാര ചൊന്തണ്ട്, ഒരു നല്ല പരിഹാര ചൊന്തണ്ട്. ഉമ്മമാരെ ഉളു എടുക്കരു, എല്ലാ നാളും ഉളു എടുക്കരു. ഉളു എടുത്തിട്ടൊരു ചണ്ടരക്കാറ്റ് നിസ്കരിക്കരു. നിസ്കാര കൽഞ്ഞ പിന്നെ ഒരു ദുആ ഉണ്ട്. ആ ദുആ എന്നിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങളെ മക്കളെ വിചാരിച്ചിട്ട് കണ്ണട തന്നെയിട്ട് വാട്ടിട്ട് ദുആർക്കരു. ഏതാ ഇട്ടിക്കടാ ദുആ? ഉളു എടുത്തിട്ടൊരു ചണ്ടരക്കാറ്റ് നിസ്കാര. ആ സുന്നത്ത് നിസ്കാര കൽഞ്ഞ പിന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് എന്ത് കഷ്ടപ്പാട് ചൊല്ലുമ്പോൾ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്ബാലി മുഖ്താഹിമി. ചൊല്ലൊരു ജോറുനക മദീനത്ത് ഒരു സ്വലാത്ത് മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മദീനത്തേക്ക് പോയി നോക്കറു നിങ്ങ റൗള ഷരീഫിടെ മതില് ഈ ജണ്ട് ലൈനിങ്ങ ഇപ്പം എഴുതി വെച്ചത് കാണ്ട് സൗദിയുടെ ഗവൺമെന്റ് ഇണ്ടുതോലും എന്നിട്ട് അത് ഖുർആനിಗೆ എതിരോട്ട് ചൊന്നിട്ടു, ഹദീസിಗೆ എതിരോട്ട് ചൊന്നിട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് നിരീക്ഷിക്കുക തീരാണ്ട് ചൊന്നിട്ടു. ആ റൗള ഷരീഫിടെ മതിൽ എഴുതി വെച്ച ജണ്ട് ലൈനിങ്ങ അത് മായിക്കണോ, അത് റബ്ബാക്കണോ, അത് എറേസാക്കണോ ചൊന്നിട്ടു. സൗദിയുടെ ഗവൺമെന്റ് ഇണ്ടും അതാ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഈ 2022 ലാസ്റ്റ് അവിടെ ഈ ടൈമില് പോലും ആ റൗള ഷരീഫിടെ മതിൽ ഈ ജണ്ട് ലൈനിങ്ങ കണ്ട് സ്വഹാബത്ത് അങ്ങനെയല്ലോ. എന്ത് കഷ്ടമെന്നെങ്കിലും അങ്ങനെ സമസ്യത്തിന് പരിഹാര തേടിയോട്ട് പോയ നേതാവല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ സ്വഹാബത്തൊട്ടിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയ ഒരു ദുആ. ആ ദുആ എല്ലാ മക്ക നല്ലാവുകയായിട്ട് ഉമ്മ അബ്ബമാര് ദുആർക്കറൂ. ഏതായിട്ട് കിടാ ദുആ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, അതെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജ
അതവജ്ജഹു ഇലൈക ബിഹബീബിക വനബിയിനാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മാ യാ മുഹമ്മദ് ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. ആ ഒരു ചെറിയ ദുആ ഈ രണ്ടരക്കായത്തെ നിസ്കാരത്തെ പിന്നെ ഒന്ന് ദുആർക്കറൂ. അത് ദുആർക്കുമ്പോ നിങ്ങളെ മനസ്സിൽ എന്ത് കഷ്ടപ്പാടുണ്ടോ ആ കഷ്ടപ്പാട് ബിയാരിക്കൊറുന്നിരിക്കൊറു. എല്ലാ നാളും അതുപോലെ ആക്കൊറു. ഒരു നാല് ആക്കിട്ട് നിപ്പാട്ടകല്ല നാ ചൊന്നോണ്ടുള്ളൂ. എല്ലാ നാളും അതുപോലെ ആക്കൊറു. നിങ്ങളെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലാഹു ആ ടെൻഷൻ ദൂരത്താക്കി പോവാ. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി നന്റെ മുഅ്മിനീങ്ങ ഒന്ന് എഞ്ചിനിക്കൊറുത്തെല്ലൊരു 2 മിനിറ്റ് നേരം ഇത് ശൈഖ് ജീലാനി തങ്ങൾ ഇപ്പറാറും പറണ്ടല്ല അവിടെ നിക്കറൂ. ശൈഖ് ജീലാനി തങ്ങളെ സദസ്സല്ലേ മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തൊടാതോവര്. ആ ശൈഖ് ജീലാനി തങ്ങ എത്ര കറാമത്ത് കാട്ടിട്ട് ശൈഖ് ജീലാനി തങ്ങ ഇണ്ട് വലിയ സ്ഥാനത്തേക്ക് എത്തി. ജരികുട്ടകളുടെ റായത്തില് ഈ പള്ളിയുടെ വട്ടാരത്തില് മഹാന്റെ പേരിൽ ഞങ്ങൾ വലിയ പ്രോഗ്രാം ആക്കിയിട്ടുള്ള മെഹബൂബെ സുബ്ഹാനി ഖുതുബുർ റബ്ബാനി ഗൗസുൽ അലമ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാൻ അത്ര വലിയ സ്ഥാനത്തേക്ക് എത്തുള്ള കാരണം ഒരു നാല് പയ്യട കൽച്ചോണ്ടിക്കുമ്പോ പയ്യയുടെ പിറവില് പോയോണ്ടിക്കുമ്പോ പയ്യമെല്ലാം തിരിഞ്ഞിട്ട് കേട്ടിട്ട് തിരിഞ്ഞിട്ടൊരു പൽക്ക ചൊന്തു മാ ഖുലിഖ്ത ലിഹാദാ മാ ഖുലിഖ്ത ലിഹാദാ അബ്ദുൽ ഖാദിർ. ശൈഖ് ജീലാനി തങ്ങളെ പേര് ചൊന്നിട്ട് ഈ പയ്യ ചൊല്ലു. നിങ്ങളെ അല്ല പടച്ചിര പയ്യായ നണ്ട പിറവിലും നടക്കുകല്ല. ഏരും അറഫനാൽ ഫശുവേ ഫായിച്ചാർ ഇതിനോ പാടച്ചെന്ന് ഫശ്വ് പറഞ്ഞോവർ. മുഹയ്യിദ്ദീൻ മാലിൽ ഇണ്ടും കാണ്ടില്ലേ ഉമ്മമാരെ അത് ഉമ്മടട്ട പോയിട്ട് ഈ വിഷയം ചൊന്നിട്ട് ചൊന്തു. ഉമ്മ ഒരു പയ്യയുടെ പൽക്കനാ കേട്ട ഉമ്മ. അതുകൊണ്ട് നാണിനി റായത്തിൽ നിൽക്കില്ലേ നക്ക് ബഗ്ദാദുക പോണു ഇൽമ പഠിക്കുക ബഗ്ദാദുക പോണു. ഉമ്മ ബുൽപ്പ് വന്നിട്ട് പോണ്ടു മോണ്ടട്ട ചൊല്ലു മോനെ നണ്ട മോണ് ബഗ്ദാദുക പോയെങ്കില് ഇനി ഈ ഹയാത്ത് കാലത്തിൽ ഉമ്മട നോക്കുക ഇല്ലെങ്കും വലിയല്ല നക്ക് നണ്ട മോണ് നാളെ സ്വർഗത്തുക പോകുമ്പോ തന്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തുക കുട്ടിയും പോണ്ട മോണാവണു. നന്റെ മോണ്ട നക്ക് ദുനിയാവില് കാണുകില്ലെങ്കും സമ നന്റെ മോണ് നക്ക് ഭരണായ സ്വർഗത്തില് എത്തുമ്പോ നന്റെ മോണ്ട നന്റെ സ്വർഗത്തെ ബായിയുടെ മുട്ട കാണണു. നന്റെ മോണ് നന്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തുക കുട്ടിയും പോണു. ശൈഖ് ജീലാനി തങ്ങളെ ബാപ്പ മരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതെ ശൈഖ് ജീലാനി തങ്ങളെ ബാപ്പ മരിക്കുമ്പോ ചരിത്രത്തിൽ കണ്ട് കൊറിയ ബംഗാറ നാണ്യ ബാക്കി വെച്ച് പോയിട്ടിന്ത് ആ ബംഗാറ നാണ്യത്തെ ജണ്ടാക്കിട്ട് ഡിവൈഡ് ആക്കിട് ഉമ്മ പാതി പിണറു മോണു ഉപയോഗിക്കിട് അതിരെ പാതി എടുത്തിട്ട് ശൈഖ് ജീലാനി തങ്ങളെ കയ്യിൽ കൊടുക്കിടു. അതാ ഡ്രസ്സിടെ ഒരു ഭാഗത്തില് ആരും കാണാത്ത പോലെ മെല്ലെ ഒഞ്ചിട്ട് വെയ്പാട്ട്. കാരണം ബഗ്ദാദ് പോണ്ട റൂട്ടില് കള്ളന്മാരുള്ളാറ് അണ്ടത്തെ വലിയ വ്യാപാര സംഘമുണ്ട്. ആ വ്യാപാര സംഘത്തൊട്ടിക ശൈഖ് ജീലാനി തങ്ങ അതാ ബഗ്ദാദ് പോണ്ടു. അതാ കള്ള സംഘ ആൾമാര് വന്നിട്ട് ഈ വ്യാപാര സംഘത്തെ ലൂട്ടുക നോക്കുമ്പോ കൂട്ടത്തിൽ ഒരു കിടാവുടെ കണ്ട് ശൈഖ് ജീലാനി തങ്ങ അങ്ങ് വന്നിട്ട് കേക്കടാരും നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ മോണ്ട കയ്യിൽ എന്തുണ്ടാ. ശൈഖ് ജീലാനി തങ്ങ കലവ് ചൊല്ലുക പഠിച്ചിട്ടില്ല ബഗ്ദാദ് ഇൽമ പഠിക്കുക പോകുമ്പോ ഉമ്മ കൊടുത്ത ഒരു വസീയത്തുണ്ടോ മക്കളെ. ഉമ്മ ഒരു വസീയത്ത് ചൊന്നിട്ടിന്നെങ്കില്
ഉമ്മ ഒരു വസിയത്ത് ചൊന്നിട്ടിന്നെങ്കിൽ ആ ഉമ്മയുടെ വസിയത്ത് ചിലപ്പോൾ അത് ചെറിയതായിട്ടിക്കൂ, അത് നീനെ സാധിപ്പിച്ചു കൊടുത്തേ ദുനിയാവിലും നിണ്ടകാണ്ടി വലിയ സ്ഥാനത്തേക്ക് എത്തറവുണാറുമില്ല. ഇണ്ട് വലിയ സ്ഥാനത്തേക്ക് എത്തിയ ആരല്ല ഉള്ളാറാ, അത് ബാണ്യത്തങ്ങായെങ്കും സമ, നെയ്പ്പടങ്ങായെങ്കും സമ, ആലിമിങ്ങായെങ്കും സമ, എത്ര വലിയ വാളുചുണ്ടങ്ങായെങ്കും സമ, വലിയ സ്ഥാനത്തേക്ക് എത്തിയ ആരല്ല ഉള്ളാറാ. അങ്ങനെ വിജയത്തെ പെറവുലു ഉമ്മടെ പൊരുത്തമുണ്ടു, അങ്ങനെ വിജയത്തെ പെറവുലു അബ്ബടെ പൊരുത്തമുണ്ടു. ഉമ്മ അബ്ബടെ പൊരുത്ത കിട്ടണായ രൂപത്തിൽ കിട്ടാത്ത ഒരാളും വിജയിച്ചിട്ടില്ല, ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ല. ശൈഖ് ജീലാനി തങ്ങളെ ബഗ്ദാദിക്ക് പോകുമ്പോ ഉമ്മ ചൊല്ലും, മോനെ കളവ് പറയല്ല എന്നും ചൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവര്. സുബ്ഹാനല്ലാഹ് മോനെ, എത്ര കഷ്ടമെന്നെങ്കിലും ഒരാളൊട്ടം കളവ് ചൊല്ലണ്ട മോനെ, ഒരാളൊട്ടം കളവ് ചൊല്ലണ്ട. ശൈഖ് ജീലാനി തങ്ങളൊട്ട ഈ കള്ളന്മാർ ഉണ്ടാണ്ട് കേൾക്കുമ്പോ കളവ് ചൊല്ലുക മനസ്സ് വന്നല്ല. ചൊല്ലുവെക്കൂ നന്റെ ഡ്രസ്സയുടെ ഒരു ഭാഗത്തിൽ ഇത്ര ബംഗാർ നാണ്യം ഉണ്ടോ, അങ്ങ് വിചാരിച്ചാൽ ഇത് വെറുതെ തമാശക ഞങ്ങളൊട്ട ഞങ്ങളെ കളിപ്പാട്ടരായിട്ടേക്കോ. നോക്കുമ്പോ കളിപ്പാട്ടറല്ല, ചെക്കാക്കി നോക്കുമ്പോ ഒക്കെ ബംഗാറ നാണ്യം ഉണ്ടോ. ആ ബംഗാറ നാണ്യം എടുക്കുമ്പോ അങ്ങ് കേട്ടാറ്, അല്ല മോനെ നിങ്ങൾക്ക് കളവ് ചൊന്നിട്ട് രക്ഷപ്പെട്ടാൻ തല്ലേ, എന്തിക്ക് ഉണ്ടൂട്ട് നിങ്ങൾ നേരെ ചൊന്നു. അപ്പ ശൈഖ് ജീലാനി തങ്ങ ചൊന്തു, നന്റെ ഉമ്മടൊട്ട നാനൊരു പൽക്ക കൊടുത്തുര, ഒരാളൊട്ടം കളവ് ചൊല്ലുക തീറാണ്ട് നണ്ട ഉമ്മ ചൊന്നപ്പോ നണ്ട ഉമ്മകു നാനെ പൽക്ക കൊടുത്തര, നാനധിക ധിക്കാര കാട്ടുക തീറല്ലേ. അപ്പ ഈ കള്ളന്മാറാ സുബ്ഹാനല്ലാഹ് ചിന്തിച്ചു പോയാറ്, സ്വന്തം ഉമ്മടൊട്ട കൊടുത്ത പൽക്കത്തെ ധിക്കാര കാട്ടുക തീരാ ചൊന്നിട്ട് നേരെ ചൊന്നെ മഹാ. ഞങ്ങ എത്ര കാലായിട്ട് ഞങ്ങളെ റബ്ബടൊട്ടിക ധിക്കാര കാട്ടിട്ട് ഞങ്ങൾ ആൽമാരുടെ ലൂട്ടിയോണ്ടുള്ളല്ലേ കട്ടോണ്ടുള്ളല്ലേ. ശൈഖ് ജീലാനി തങ്ങളെ മുട്ടരച്ചിട്ട് അങ്ങെല്ലാരും തൗബ ആക്കിയാർ. ആ മഹാനായിട്ട് ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അർഹമുർ റഹീമീന യാ അല്ലാഹ്. ആ മഹാന്റെ ബറക്കത്ത് നീ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഹയാത്ത് കാലത്തിലും ഞങ്ങളെ മരിപ്പട ടൈമിലും നീ തരണം റഹ്മാനേ.